2008 ഇന്ത്യ ടുഡേ മാഗസിൻ നടത്തിയ ഒരു സർവേയിൽ ഗ്രേറ്റസ്റ്റ് ഇന്ത്യൻ, അതായത് ഇന്ത്യ കണ്ടുള്ള ഏറ്റവും മഹാനായ വ്യക്തി ഏതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ 19,000 പേരുടെ ഒരു സാമ്പിൾ സർവേ ആയിരുന്നു. അതിലേതാണ്ട് 7,000 പേര് പറഞ്ഞത് ഏറ്റവും മഹാനായ ഇന്ത്യക്കാരൻ ഭഗത് സിംഗ് ആണെന്ന്. ഗാന്ധിജി 3-ാം സ്ഥാനത്ത് പോവുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗത് സിംഗിനെ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ വ്യക്തി, മഹാനായ ഇന്ത്യക്കാരനായി കാണുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ക് പറിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയമാണ്. ചങ്കെന്ന് വേണേൽ വിളിക്കാം. സാധാരണ രാഷ്ട്രീയക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചങ്കില്ലാത്തവരാണ്. ഭഗത് സിംഗിന് ചങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷാഹിദ് ഇ അസം എന്താണ്, അതൊരു ഉറുദു വാക്കാണ്. ഷാഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കിങ് ഓഫ് മാർട്ടിയേഴ്സ് എന്നാണ് പറയുക. രക്തസാക്ഷികളുടെ രാജാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകൾ, നിലവിലിരുന്ന ഇരുട്ടിനെ തുരത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് പടർന്ന ഒരു തീജ്വാലയായിരുന്നു ഭഗത് സിംഗ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ഭഗത് സിംഗിനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. ആകെ 4 ഫോട്ടോഗ്രാഫുകൾ മാത്രം, ഒറിജിനൽ ഫോട്ടോഗ്രാഫുകൾ മാത്രം ലഭ്യമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ നെഹ്റു പറഞ്ഞ വാക്കുകൾ കേൾക്കുക. അതോടൊപ്പം 1935 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയതിന് 4 വർഷത്തിന് ശേഷം അന്നത്തെ ബ്രിട്ടീഷ് ഡയറക്ടർ ഓഫ് ഇന്റലിജൻസ് ബ്യൂറോ സർ ഹൊറേക്ക് വില്യംസൺ പറഞ്ഞൊരു വാക്ക്, ലാഹോറിലെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലെ, ഇന്നത്തെ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ 2 പഞ്ചാബാണ്. മെയിൻ പഞ്ചാബ് അല്ലെങ്കിൽ വലിയ പഞ്ചാബ് പാകിസ്ഥാനിലേക്ക് പോയി, ചെറിയ പഞ്ചാബ് നമ്മുടെ കയ്യിലുണ്ട്. അന്ന് ഭഗത് സിംഗിൻ്റെ ഫോട്ടോഗ്രാഫുകൾ അത്രമാത്രം വിറ്റഴിക്കപ്പെട്ടു എന്നും അദ്ദേഹത്തിന് അന്നത്തെ പോപ്പുലാരിറ്റി MK ഗാന്ധിയുടേതിനേക്കാൾ വലുതായിരുന്നു എന്നാണ് ഒരു ബ്രിട്ടീഷ് ഓഫീസർ പറഞ്ഞത്. അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ മറ്റൊരു ഒരു കോട്ട് കൂടി ഒരു ഐഡിയ കിട്ടാനാണ് അദ്ദേഹം പറഞ്ഞത്, ദ കോപ്സ് ഓഫ് ഭഗത് സിംഗ് വിൽ സ്റ്റാൻഡ് ബിറ്റ്വീൻ അസ് ആൻഡ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടുമായി നമുക്ക് എത്രമാത്രം ചർച്ച ചെയ്യാം, നെഗോഷിയേഷൻസ് നടത്താം, പക്ഷേ ഭഗത് സിംഗിൻ്റെ ശവശരീരം ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും ഇടയ്ക്ക് എന്നും തൂങ്ങിയാടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ പൊറുക്കാൻ കഴിയാത്ത ഒരു കാര്യം എന്നുള്ള നിലയിലാണ്. ഒരു നോൺസെൻസിക്കലായിട്ട് ഒന്നും പറയാത്ത ഒരാളാണ് നെഹ്റു. കൂടെയുള്ള ആൾക്കാരൊക്കെ വളരെ തീവ്രവാദ രാഷ്ട്രീയം പറയുമ്പോൾ അതിനെയൊക്കെ ചെറുത്ത് നിൽക്കുന്ന ആളാണ് നെഹ്റു. പക്ഷേ നെഹ്റു പോലും വികാരാധീനനായിപ്പോയി എന്നുള്ളതാണ് ഭഗത് സിംഗിൻ്റെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള പടം. ഇതിൽ മുടിയില്ല, സിഖുകാരനായിരുന്നു, ജാട്ട് സിഖായിരുന്നു ഭഗത് സിംഗ്. മുടിയൊക്കെ വെട്ടി ഒരു ഇംഗ്ലീഷുകാരൻ്റെ തൊപ്പിയൊക്കെ വെച്ച് മീശയൊക്കെ കൂർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഭഗത് സിംഗ് 23 വയസ്സ് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. 23 വയസ്സും 5 മാസവും ഏതാണ്ട് 24 ദിവസവും. അതാണ് ഭഗത് സിംഗിൻ്റെ ജീവിതകാലം. 23 വയസ്സ് എന്ന് പറയുമ്പോൾ ആലോചിക്കാം. ഒരുപക്ഷെ ഭഗത് സിംഗിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് ഈ രാജ്യം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ എന്ന് പറയുന്നത്. പ്രാണവായുവിനെ പോലെ രാജ്യത്തെ കണ്ടു എന്നുള്ളതാണ്. അന്ന് യഥാർത്ഥത്തിൽ ഒരു രാജ്യം ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. തദ്ദേശീയ ജനതയ്ക്കെതിരെ ഒരു വിദേശീയ ജനത നടത്തുന്ന അധിനിവേശം പൊറുക്കാനാവില്ല എന്നുള്ള നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല, എങ്ങനെ അടിമയായി ജീവിക്കും എന്നുള്ളതാണ്. അന്ന് നമുക്കറിയാം 560-600 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്ന ഭൂവിഭാഗത്തിലുണ്ടായിരുന്നത്. അന്ന് പാകിസ്ഥാനില്ല, ബംഗ്ലാദേശില്ല, ഇന്ത്യയില്ല. പക്ഷെ എന്നിരുന്നാലും രാജ്യം എന്നുള്ള ഒരു സങ്കല്പം ഭഗത് സിംഗിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി കൊല്ലപ്പെടുന്നതിൽ അദ്ദേഹം അഭിമാനിക്കുകയും ചെയ്തു. ഇറ്റ്സ് വെരി പ്രൗഡ്. കല്യാണത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ അടിമ ഇന്ത്യയിൽ എന്നെങ്കിലും എൻ്റെ വിവാഹം നടക്കുമെങ്കിൽ എൻ്റെ വധു മരണമായിരിക്കും എന്നാണ്. ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം ഓർക്കുന്നത് ലാലാ ലജ്പത് റായിയുടെ അദ്ദേഹത്തിനെതിരെ നടന്ന ലാത്തി ചാർജ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നു. സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ എമ്പാടും പ്രക്ഷോഭം നടക്കുന്നു. പക്ഷേ ഇന്ത്യ എമ്പാടും നടക്കുന്ന പ്രക്ഷോഭം പോലെ അല്ല പഞ്ചാബിൽ നടക്കുന്ന പ്രക്ഷോഭം. അത് വളരെ ബൃഹത്തായ പ്രക്ഷോഭമായിരുന്നു. അവിടെ അങ്ങനെ പ്രക്ഷോഭം നടത്തുന്ന ഒരു ജനക്കൂട്ടത്തിന് നേരെ ലാത്തി ചാർജ് നടത്തുന്നു. ലാത്തി ചാർജ് നടത്തുമ്പോൾ മുന്നണിയിൽ നിന്ന് ലാലാ ലജ്പത് റായിയാണ് ആക്രമിക്കുന്നത്. സാധാരണ നമ്മൾ ലാത്തി ചാർജ് കിടക്കുമ്പോൾ നേതാക്കൾ പുറകോട്ട് പോവുകയും നമ്മളെ പാർട്ടി ഗുണ്ടകൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ലാലാ ലജ്പത് റായി ഒന്നും അങ്ങനൊന്നും അറിയില്ലായിരുന്നു. അന്നത്തെ രാഷ്ട്രീയക്കാർക്ക് അത്രയും വലിയ ടെക്നിക്കലും സോഫ്റ്റ്വെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. അടി കൊണ്ട് തറയെ വീണ് ചവിട്ടി നെഞ്ച് കലക്കി. 17 ദിവസത്തിന് ശേഷം അദ്ദേഹം മരിച്ചു. മരിച്ചത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്. പക്ഷേ അതൊരു വലിയ മുറിവായിരുന്നു. ലാലാ ലജ്പത് റായ് മഹാത്മാഗാന്ധിയുടെ ഒക്കെ ആശയങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗത് സിംഗിനെ പോലെയുള്ള തീവ്രവാദികൾക്ക്, റവല്യൂഷണറീസിന് വലിയ താല്പര്യം ഉണ്ടായിരുന്ന വ്യക്തി ആയിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ അടിച്ചു കൊന്നു എന്നറിഞ്ഞപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരു വ്യക്തിയാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗ്
1919 ജാലിയൻ വാലാബാഗിൽ ഈ കൂട്ടക്കൊല നടന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ ചോറുണ്ണുന്ന സമയത്ത് അവിടെ പോയി അതിനുള്ളിൽ കയറിയിട്ട് അതിനകത്ത് ഒരു പിടി മണ്ണ് വാരിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം ആ മണ്ണ് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടാവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് വാരി അദ്ദേഹം ഒരു കുപ്പിയിൽ, ഹോർലിക്സ് കുപ്പിയല്ല, വലിയൊരു കുപ്പിയിൽ അദ്ദേഹം കൊണ്ടുവന്ന് അതിനെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചതിന് ശേഷവും ആ കുപ്പിയിലും ജാലിയൻ വാലാബാഗിലെ മണ്ണും ഇത് ഇന്ത്യയുടെ രക്തമാണ് എന്നാണ് അദ്ദേഹം പറയുമായിരുന്നത്. ആ ഒരു കുപ്പിയിലെ മണ്ണ് കണ്ടുകൊണ്ടാണ് ഭഗത് സിംഗിന്റെ രാഷ്ട്രീയം രൂപം കൊള്ളുന്നത്. ഇത് നമുക്ക് ഇന്നൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര, ഞാൻ പറഞ്ഞില്ലേ, ചങ്കാണ്. ഒരു രാജ്യം ഇല്ലാത്ത ഒരു രാജ്യമാണ്. അന്ന് രാജ്യമേ ഇല്ല, പക്ഷെ അടിമത്തം സഹിക്കാൻ വയ്യ. വേറെ എന്തും നമ്മൾ സോവിയറ്റ് യൂണിയനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ സ്വാതന്ത്ര്യമില്ല. എല്ലാം ഉണ്ടായിരിക്കുമ്പോഴും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ലോക ചരിത്രത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫ്രീഡം ഈസ് മൈ റിലീജിയൻ. സ്വാതന്ത്ര്യമായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശം. സ്വാതന്ത്ര്യം ഇല്ലാതെ ബാക്കി എന്തുണ്ടായിട്ടും വലിയ കാര്യമില്ലല്ലോ. അന്ന് ലാലാ ലജ്പത് റായ് മരിച്ചതിന് ശേഷം, ഞാൻ പറഞ്ഞല്ലോ 17 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ഭഗത് സിംഗ് ഒരു പ്രതിജ്ഞ എടുത്തു, ഇതിന് കാരണക്കാരനായ അയാളെ കൊല്ലും. ഇതിന് കാരണക്കാരനായിട്ടുള്ളത് ഒരു ജെയിംസ് സ്കോട്ട് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു. അയാളാണ് യഥാർത്ഥത്തിൽ കൊന്നത്. ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൂടെ ചേർന്ന് ഈ ജെയിംസ് സ്കോട്ടിനെ കൊല്ലാനായിട്ട് പ്ലാൻ ഇടുകയും, പക്ഷേ ഇവിടെ ഭഗത് സിംഗിനും കൂട്ടർക്കും ആൾ തെറ്റിപ്പോയി. അവർ ജെയിംസ് സ്കോട്ട് എന്ന് പറയുന്ന പട്ടാള മേധാവിയെ കൊല്ലാനായിട്ടാണ് ഇരുന്നത്. അയാളാണ് ലാലാ ലജ്പത് റായിയെ ചവിട്ടി കൂട്ടിയത്. അവിടെ ഇട്ട് ചങ്ക് കലങ്ങിയാണ് ശരിക്കും ഹാർട്ട് അറ്റാക്ക് വന്ന്. അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ഒരുപാട് മോശമായിരുന്നു. അങ്ങനെ അവർ ഈ പട്ടാള ക്യാമ്പിൽ നിന്ന്, പോലീസ് ക്യാമ്പിൽ നിന്ന് ജെയിംസ് സ്കോട്ട്, നിങ്ങൾ സിനിമയിലെ കണ്ട ഒരു ബൈക്കിനകത്താണ് വരുന്നത്, ഒരു മോട്ടോർ സൈക്കിളിനകത്ത് വരികയാണ്. അപ്പോൾ ജെയിംസ് സ്കോട്ടാണെന്ന് പറയുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജ്ഗുരു, ഈ രാജ്ഗുരു, സുഖ്ദേവ്, അതുപോലെ തന്നെ ഭഗത് സിംഗ്, ഇവരെല്ലാം 22-23 വയസ്സിൽ ആണ് തൂക്കിലേറ്റപ്പെടുന്നത്. ഇവർ 3 പേരും വെറും ചെറുപ്പക്കാരാണ്. 1907 ഒരാൾ ജനിച്ചെങ്കിൽ, 2 പേർ 1907 ജനിച്ചെങ്കിൽ ഒരാൾ 1908. ആ വ്യത്യാസമേ ഉള്ളൂ. അത്രയ്ക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്. അപ്പം ഈ മോട്ടോർ ബൈക്ക് വരുമ്പോൾ വെടിവെക്കുന്നു. ആദ്യം രാജ്ഗുരുവാണ് വെടിവെക്കുന്നത്. പക്ഷെ വെടിയേറ്റ് വീഴുന്നത് ജെയിംസ് സ്കോട്ട് അല്ല, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് എന്ന് പറയാവുന്നൊരു വ്യക്തിയാണ്, സോണ്ടേഴ്സ് എന്ന് പറയും. അദ്ദേഹം വെടിയേറ്റിങ്ങനെ കിടക്കുമ്പോൾ നെക്കിന് സമീപമാണ് വെടിയേറ്റത്. ഭഗത് സിംഗ് വരുന്നു. ഭഗത് സിംഗിൻ്റെയൊക്കെ അദ്ദേഹം കൈ ഉയർത്തി പറയുന്നുണ്ട്, ഒന്ന് ചേരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഭഗത് സിംഗ് 3 പ്രാവശ്യം ഇദ്ദേഹത്തിനെ വെടിവെക്കുകയാണ്. മൊത്തത്തിൽ 8 ബുള്ളറ്റുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നീക്കം ചെയ്തു. അവസാനം കാണാനുണ്ടായിരുന്നു. അതിന് സോണ്ടേഴ്സ് മരിക്കുന്നു. സോണ്ടേഴ്സ് മരിച്ചതിന് ശേഷം ഉടനെ തന്നെ രക്ഷപ്പെടുന്ന സൈക്കിളിലാണ്. 1904 സൈക്കിളിലാണ് അവർ രക്ഷപ്പെടുന്നത്. അന്ന് ഭഗത് സിംഗ് അവിടുന്ന് രക്ഷപ്പെടുന്നത് ഒരു ഭർത്താവിൻ്റെ വേഷം കെട്ടിക്കൊണ്ടാണ്, ഒരു ഹസ്ബൻഡായിട്ടാണ്. ഒരു വനിതയെ ഹയർ ചെയ്യുന്നുണ്ട്, ദുർഗാദേവി എന്ന് പറയുന്നത്. അവരുടെ ഒരു കൊച്ചു കുഞ്ഞിനെയും ഉണ്ട്, ഒരു കൊച്ചു എന്താ ഒരു പാലുകൂടി മാറാത്തൊരു കുട്ടിയും കൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരൻ്റെ വേഷത്തിൽ മീശയൊക്കെ വെച്ചു, വൈഫായിട്ട് ഇവരും കൊച്ചുകുട്ടിയും അങ്ങനെയാണ് ട്രെയിനകത്ത് കയറിയിട്ട് കാൺപൂരിൽ പോകുന്നു. കാൺപൂരിൽ നിന്ന് ലക്നോയിൽ പോകുന്നു. ലക്നോയിൽ നിന്ന് കൽക്കട്ടയിൽ പോകുന്നു. കൽക്കട്ടയിൽ പോയിട്ട് ഭഗത് സിംഗ് രക്ഷപ്പെടുന്ന പറഞ്ഞാൽ വെറുതെ ഇരിക്കല്ല. ഏതാണ്ട് 3.5 മാസം കഴിയുമ്പോൾ ബ്രിട്ടീഷ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിയാണ്. 3.5 മാസമേ ഉള്ളൂ. ഭഗത് സിംഗിന് ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഭഗത് സിംഗ് എപ്പോഴും ഹി വാണ്ടഡ് ടു ബി കോട്ട്, പിടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചു. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഇതായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് അസംബ്ലിയിൽ എങ്ങനെയാണ് ബോംബ് എറിയുന്നത്? വളരെ ചെറിയൊരു ബോംബാണ് എറിയുന്നത്. ആളില്ലാത്ത സ്ഥലത്താണ് എറിയുന്നത്. ആരെയും കൊല്ലണമെന്നുള്ള ഉദ്ദേശമില്ലെന്ന് വ്യക്തമാണ്. ആരും മരിക്കുന്നുമില്ല. 1-2 പേർക്ക് ചെറിയ പരിക്ക് കേൾക്കുന്നുണ്ട്. കൊന്നതിന് ശേഷം ഭയങ്കര പുക. ഇന്നത്തെ പാർലമെന്റ് തന്നെയാണ് കേട്ടോ, സംഗതി ഇന്നത്തെ പാർലമെന്റ് തന്നെയാണ്. അദ്ദേഹം അവിടുന്ന് പോകുന്നില്ല, മറിച്ച് അദ്ദേഹം ഈ ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യുന്നു. എന്നിട്ട് ഇൻകുലാ സിന്ദാബാദ് വിളിക്കുന്നു, ഡൗൺ വിത്ത് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നു. 2 പ്രാവശ്യം വെടിവെച്ചെന്ന് പറയുന്നുണ്ട്, ചില കഥകളിൽ വെടിവെച്ചിട്ടില്ല. എന്തായാലും അവിടെ നിൽക്കുകയാണ്. ബ്രിട്ടീഷുകാരൊന്ന് തോക്കി കൊണ്ടുമ്പോൾ കീഴടങ്ങാണ് ചെയ്തത്. ഭഗത് സിംഗ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു വലിയ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ ഒളിച്ചു നടക്കുന്ന ഒരാളാണ്. അടുത്ത കേസ് ചില്ലറ കേസൊന്നുമല്ല, ബ്രിട്ടീഷ് പാർലമെന്റിൽ ബോംബെറിയും. ഹി വാണ്ടഡ് ടു ഡൈ ഫോർ ദ കൺട്രി. അതാണ് എൻ്റെ കാര്യം. ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എന്നല്ല ഞാൻ സംസാരിക്കുന്നത്, പൊതുവിലൊരു വസ്തുത പറഞ്ഞുകൊണ്ട് വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ, ഇഫ് ഡഫ് ആർ ടു ഹിയർ ദ സൗണ്ട് ഹാസ് ടു ബി വെരി ലൗഡ്. ബദിരൻ കേൾക്കണമെങ്കിൽ ശബ്ദം വളരെ വലുതായിരിക്കണം.
അദ്ദേഹം പറഞ്ഞ മെറ്റഫറിക്കലായിട്ട് എടുത്താൽ മതി. അതായത് ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാജ്യം, ജനങ്ങൾക്ക് തങ്ങൾ അടിമകളാണെന്നുള്ള ബോധമേ ഇല്ല, രാജാക്കന്മാർക്കും ഇല്ല, ജനങ്ങൾക്കും ഇല്ല. നിങ്ങൾ അടിമത്തത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നമ്പർ 1 പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് അടിമയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം, തിരിച്ചറിവുണ്ടാവണം എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾക്കില്ലാത്ത ഒരു കണ്ടീഷൻ, നിങ്ങളൊരു തെറ്റ് തിരുത്തണമെങ്കിൽ തെറ്റാണെന്ന് നിങ്ങളെ ആരെങ്കിലും അറിയിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തിരിച്ചറിയണം. അല്ലേ? ഏതൊരു കണ്ടീഷനിൽ നമ്മൾ മോചിതരം ആവാൻ ശ്രമിക്കണമെങ്കിൽ ആ കണ്ടീഷനെ കുറിച്ച് നമ്മൾ അറിയണം. ഇന്ത്യക്കാർക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ചലച്ചിത്രങ്ങൾ ഭഗത് സിംഗിനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പാട്ടുകൾ പഞ്ചാബിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകളുണ്ട്, നാടൻ പാട്ടുകളും ഫോക്ക് സോങ്ങുകളൊക്കെ ഒരുപാടുണ്ട് ഭഗത് സിംഗിനെ കുറിച്ച്. അവസാനമായി നിങ്ങൾക്കറിയാം, മെഴ്സി പെറ്റീഷൻ എഴുതി കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന് സൈൻ ചെയ്യാനായിട്ട് കൊടുത്തു, സൈൻ ചെയ്തില്ല. ഭഗത് സിംഗ് മാത്രമല്ല, മറ്റ് 2 പേരും സൈൻ ചെയ്തില്ല. പ്രിവി കൗൺസിൽ അവിടെ വാദിക്കുമ്പോൾ അവരൊക്കെ ചെന്ന് പറഞ്ഞ ഒരു കാര്യം രസമുണ്ട്. ഞങ്ങൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സാണ്. പൊളിറ്റിക്കൽ പ്രിസണർ എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത് ഭഗത് സിംഗ് ആണ്. അതുപോലെ തന്നെ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന സ്ലോഗൻ കോയിൻ ചെയ്ത് ഭഗത് സിംഗ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ചരിത്രപരമായി വേറെ അവകാശികളൊക്കെ ഉണ്ട്. എന്നാലും ഭഗത് സിംഗ് ആവശ്യപ്പെടുന്നൊരു കാര്യം, നിങ്ങളെന്തായാലും ഞങ്ങളെ കൊല്ലുന്നു, ഞങ്ങളെ എക്സിക്യൂഷൻ നിങ്ങൾ മാറ്റേണ്ട കാര്യമില്ല, വി വുഡ് ലവ് ടു ഡു ഇറ്റ്. പക്ഷേ ഞങ്ങൾ പൊളിറ്റിക്കൽ പ്രിസണേഴ്സാണ്, ഞങ്ങൾ ക്രിമിനൽസ് അല്ല, ഞങ്ങൾ വെടിവെച്ചാണ് വന്നത്, നിങ്ങൾ ഞങ്ങളെ വെടിവെച്ച് വന്നോളൂ എന്നാണ്. വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം മാത്രമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിനിടയ്ക്ക് ലാഹോറിലൊക്കെ ഭഗത് സിംഗ് നിരാഹാരം കിടക്കുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ ഒരു ആത്മധൈര്യം എന്നാണ് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഭ്രാന്തൻ ആത്മധൈര്യം. 116 ദിവസമാണ് നിരാഹാരം കിടക്കുന്നത്. അതിൽ 63 ദിവസം കിടക്കുന്ന ഒരാള്, ജയപ്രസാദ് എന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്, വിശന്ന് മരിക്കുന്നുണ്ട്. 116 ദിവസം എങ്ങനെയാണ് ഇത്? ഇവരുടെ നിരാഹാര വ്രതം ഒഴിവാക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ആഹാരം കൊണ്ടുവന്നിട്ട് ഇവരെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുമായിരുന്നു സെല്ലിന് പുറത്ത്. എന്നിട്ട് വെള്ളം കുടിക്കാനുള്ള പിക്ചറിനകത്ത് വെള്ളത്തിന് പകരം പാല്, നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് പാലൊഴിച്ച് വെക്കുമായിരുന്നു. ഇവന്മാരൊന്നും തൊടത്തില്ല. എൻ്റെ ജയിൽ നിവാസികളൊന്നും കഴിക്കുന്നില്ല. കാരണം ഡൽഹിയിലായിരുന്നു ആദ്യം ഇദ്ദേഹം കിടന്നത്. ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായപ്പോൾ ഡൽഹിയിലാണ് അദ്ദേഹത്തെ പിടിച്ചിട്ടത്. അപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു ബോംബ് ഫാക്ടറി ലാഹോറിനടുത്ത് കണ്ടെത്തുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അവരുടെയാണ് ഈ ബോംബ് ഫാക്ടറി. ആ ബോംബ് ഫാക്ടറി പിടിച്ചെടുത്ത ഉടനെ തന്നെ അറിഞ്ഞു ഇവരാണ് യഥാർത്ഥത്തിൽ സോണ്ടേഴ്സിനെ കൊന്നതെന്ന്. അപ്പോഴൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ ബോംബ് എറിഞ്ഞതിനുള്ള ശിക്ഷ ജീവപര്യന്തം മാത്രമേ ഉള്ളായിരുന്നു, 14 വർഷം ശിക്ഷയുണ്ടായിരുന്നു. ഉടനെ ഭഗത് സിംഗിനെ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലെ ലാഹോറിൽ കൊണ്ടുവരികയാണ്. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഡൽഹിയിലെ ജയിലുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്, ഇവിടെ വളരെ മോശം, ടോയ്ലറ്റ് ആ മുറിക്കകത്ത് ചങ്ങലയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ പല പടങ്ങളിലും എഴുതുന്നത് ഒരു കയ്യിൽ ചങ്ങലയും മറുകൈ വെച്ചിരുന്ന് എഴുതാണ്. ഒരു ഇതുപോലെയുള്ള ഭയങ്കര, ഇന്നത്തെ ഒരു ജയിലുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. 116 ദിവസം അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യം. അന്ന് ജിന്ന സെൻട്രൽ അസംബ്ലിയിൽ 2 ദിവസം ഭഗത് സിംഗിന് വേണ്ടി സംസാരിച്ചു. ഇത്രയും ആഹാരം കഴിക്കാതെ ഒരു മനുഷ്യന് കിടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ കേവലം ഒരു കുറ്റവാളിയല്ല. എ ക്രിമിനൽ കനോട്ട് ഡു ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? ഒരു ക്രിമിനൽ ആഹാരം ത്യജിച്ചുകൊണ്ട് നിങ്ങളുടെ ധാർമ്മികമായ ബോധത്തെ പിടിച്ചുലയ്ക്കാൻ ശ്രമിക്കുന്നത്? ഒരിക്കലും അവനൊരു ക്രിമിനൽ അല്ല. ഹി ഹാസ് ഗോട്ട് എ സോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോൾ എന്ന് പറയുമ്പോൾ ധാർമ്മിക ബോധം തന്നെയാണ് ജിന്ന ഉദ്ദേശിക്കുന്നത്. ഈ ഗൺ എപ്പോഴും ഭഗത് സിംഗിന് ഒരു വലിയൊരു കാര്യമായിരുന്നു. അതായത് കൊച്ചുനാളിൽ ഭഗത് സിംഗ് അപ്പൂപ്പൻ്റെയൊക്കെ പറയുമായിരുന്നു പോലും. ഭഗത് സിംഗിൻ്റെ വീട് മുഴുവൻ റവല്യൂഷണറീസാണ്. ഈ ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള കിഷൻ സിംഗ്, അർജുൻ സിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ, അജിത് സിംഗ് എന്ന് പറയുന്ന അങ്കിൾ. ഇദ്ദേഹം ജനിച്ച ദിവസം 2 അങ്കിൾസിനെ പുറത്തുവിട്ട ദിവസം. ഭഗത് സിംഗിൻ്റെ ജനനം ഭയങ്കര സന്തോഷമാണ്. 2 അങ്കിൾസ്, ഈ ഗദ്ദാർ പാർട്ടി അതേപോലെയുള്ള സംഭവം, കുറേ അങ്കിൾസ് പുറത്ത്. മൊത്തത്തിൽ ഭഗത് സിംഗ് യഥാർത്ഥത്തിൽ വിപ്ലവ കുടുംബത്തിൽ വിരിഞ്ഞൊരു പൂവാണ്. ഭഗത് സിംഗ് കൊച്ചുനാളിൽ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്, ഈ നിങ്ങൾ ഗോതമ്പ് വിതച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക മുത്തച്ഛാന്ന് ചോദിക്കുമ്പോൾ അത് കൂടുതൽ ഗോതമ്പ് കിട്ടും. അങ്ങനെയാണ് എന്തുകൊണ്ട് നമുക്ക് ഈ തോക്ക് വിതച്ചുവിടാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് തോക്കുകൾ കിട്ടുമല്ലോ, ഈ വെള്ളക്കാരെ മുഴുവൻ വെടിവെച്ച് കൊല്ലാമല്ലോ എന്ന് പറയുന്ന ഇതൊക്കെ ഓരോരോ സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ തോക്ക് ലാഹോറിൽ ഇപ്പോഴും പ്രദർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹം സോണ്ടേഴ്സിനെ വെടിവെച്ച് വന്ന തോക്കാണിത്. ഈ തോക്കുമായിട്ടാണ് ഈ തോക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അസംബ്ലിയിൽ ബോംബ് എറിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ തോക്കുണ്ടായിരുന്നു. ആ തോക്ക് സോണ്ടേഴ്സിനെ വെടിവെച്ചതിനകത്തും ആ തോക്കിൽ നിന്നുള്ള ഉണ്ടയുണ്ടായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്തായിട്ടാണ് ഈ ഇവിടെ പിടിയിലായവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് തൂക്കിക്കൊല്ലുന്നത്. മെസ്സി പെറ്റീഷൻ വി ക്ലെയിം ടു ബി ഷോട്ട് ഡെഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഹാങ്ഡ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ആവശ്യം. ബ്രിട്ടീഷുകാർ എന്ത് ഭഗത് സിംഗ് പറഞ്ഞു
അതിനെതിരെ പോയി. അവർക്ക് അത്രമാത്രം അവർക്കറിയാം ഭഗത് സിംഗിനെ പോലെ 10 പേര് വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സുഭാഷ് ചന്ദ്രബോസിനെ പോലെ 10 പേര് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആർമി, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവിയൊക്കെ തിരിഞ്ഞതാണ് ബ്രിട്ടീഷുകാർ ഇവിടെ കെട്ടുകെട്ടാൻ കാരണം. അല്ലാതെ ഈ നിങ്ങളെന്താ പറയുന്നത് സത്യാഗ്രഹങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ട് ഒരു വലിയൊരു ഭരണകൂടം മുഴുവൻ ഇട്ടേച്ചു പോയി എന്ന് വിശ്വസിക്കുക എളുപ്പമായിരിക്കും, പലർക്കും എളുപ്പമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അതിനൊരു റോളും ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ബേസിക്കലി എത്ര ഇംപെക്കബിൾ ഇംഗ്ലീഷാണെന്നറിയാവോ ഭഗത് സിംഗിൻ്റെ. കൊച്ചു പയ്യൻ ആ സമയത്ത് വായിക്കുന്ന ആരെയൊക്കെയാണ്? ട്രോട്സ്കി, ലെനിൻ, അതുപോലെ തന്നെ കോൾ മാക്സിൻ്റെ മൂലധനം വായിച്ചു എന്നൊക്കെ പറയാറുണ്ട് മാർക്സിസ്റ്റുകാർ. മൂലധനം ഒന്നും മൊത്തം വായിക്കാനായിട്ട് അദ്ദേഹത്തിന് സമയം കിട്ടിക്കാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ടോപ്പ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇത്രയും വളരെ ഹൈലി ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള യങ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു റെവല്യൂഷണറി ലോകത്തുണ്ടായിട്ടില്ല. അവസാനം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ പോകുന്ന സമയത്തും ഇദ്ദേഹം ലെനിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിച്ചു, വരുന്നില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, 2 വിപ്ലവകാരികൾ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ലെനിനെയൊക്കെ വലിയ കാര്യമായിരുന്നു. അദ്ദേഹത്തിനെ ഒരുപാട് പേർ ഓൺ ചെയ്യുന്നുണ്ട്. മാർക്സിസ്റ്റുകാർ ഓൺ ചെയ്യുന്നുണ്ട്, കോൺഗ്രസ്സുകാർ ഓൺ ചെയ്യുന്നുണ്ട്, BJP-ക്കാർ ഓൺ ചെയ്യുന്നുണ്ട്. കാര്യം രാജ്യത്തിന് വേണ്ടി മരിക്കുന്നു, കുർബാനി ഫോർ ദ നേഷൻ. പിന്നെ നക്സലൈറ്റുകൾ ഓൺ ചെയ്യുന്നുണ്ട്, ബോംബ് മറ്റു സംഭവങ്ങളൊക്കെ വെച്ച്. എല്ലാവർക്കും നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബിക്കോസ് യു വാസ് ആൻ എയ്ത്തീസ്റ്റ്, ബിക്കോസ് പല ഒരു മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു.